Metallurgy of iron. Iron is extracted from hematite, that is Fe2O3. The ore is concentrated by hydraulic washing. ഈ ഓറിനെ നമുക്ക് ആദ്യം ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ആ ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹൈഡ്രോളിക് വാഷിംഗ്. അപ്പോൾ അയണെ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഏത് ഓറിൽ നിന്നാണ്? ഹെമറ്റൈറ്റ് Fe2O3. അപ്പോൾ ഈ മെറ്റലറിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഓർ കോൺസെൻട്രേഷൻ. ഇറ്റ് ഈസ് ഡൺ ബൈ ഹൈഡ്രോളിക് വാഷിംഗ്. ഓറിനെ നല്ലതുപോലെ പൊടിക്കുക, എന്നിട്ടൊരു സ്ട്രീം ഓഫ് വാട്ടറിൽ വാഷ് ചെയ്യുക. ലൈറ്റർ ഗ്യാങ് പാർട്ടിക്കിൾസ് ആർ ക്യാരിഡ് അവേ ബൈ ദ സ്ട്രീം ഓഫ് വാട്ടർ വൈൽ ദ ഹെവിയർ ore particle, that means the hematite ore, is settled down, and that is hydraulic washing. ഇതൊരു ഓക്സൈഡ് ഓറാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് എവിടേക്ക് പോകാം? റിഡക്ഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്ക് പോകാം. ദാറ്റ് മീൻസ് റിഡക്ഷൻ ഓഫ് മെറ്റൽ ഓക്സൈഡ് ടു മെറ്റൽ. അപ്പോൾ അയൺ ഓക്സൈഡിനെ അഥവാ ഹേമറ്റൈറ്റിനെ റെഡ്യൂസ് ചെയ്യുന്നത് ഒരു സ്പെഷ്യലി ഡിസൈൻഡ് ഫർണസിലാണ്. അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് ബ്ലാസ്റ്റ് ഫർണസ്. എന്താണ് ബ്ലാസ്റ്റ് ഫർണസ്? ഈ ബ്ലാസ്റ്റ് ഫർണസിൽ നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്ന് ഓറിനോടൊപ്പം, പൊടിച്ച ഓറിനോടൊപ്പം അതിനാവശ്യമായിട്ട് വേണ്ടി ഉള്ള അളവിൽ ലൈംസ്റ്റോൺ അഥവാ കാൽസ്യം കാർബണേറ്റും കോക്ക് അഥവാ കാർബണും കൂടെ മേളിൽ നിന്ന് ഫീഡ് ചെയ്യും, മേളിൽ നിന്ന് ഇടുന്നു. ബ്ലാസ്റ്റ് ഓഫ് ഹോട്ട് എയർ ഈസ് ഇൻട്രൊഡ്യൂസ് നിയർ ഇറ്റ്സ് ബോട്ടം. അടിഭാഗത്തൂടെ ഹോട്ട് എയർ കടത്തിവിടുന്നു. അപ്പോൾ ഇവിടെ പല ടെമ്പറേച്ചർ റേഞ്ചസ് ഉണ്ട്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ സോണുകളുണ്ട്. ഈ സോണുകളിൽ പല കെമിക്കൽ റിയാക്ഷൻസ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് ദ റിയാക്ഷൻസ് ഇൻ ദ ബ്ലാസ്റ്റ് ഫർണസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫോർ എക്സാമ്പിൾ, അറ്റ് ദ ബോട്ടം പാർട്ട് ഓഫ് ദ ഫർണസ്, ദാറ്റ് മീൻസ് 2170 കെൽവിൻ, ആ സോണിനെ നമ്മൾ വിളിക്കുന്നവരാണ് സോൺ ഓഫ് കമ്പസ്റ്റൻ. ഈ സോണിൽ താഴേക്ക് വരുന്ന കോക്ക് ഓക്സിജനിൽ കത്തി കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറും. സോൺ ഓഫ് കമ്പസ്റ്റിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച് എത്രയാണ്? 2170 കെൽവിൻ. ഇനി ഇതിന് തൊട്ട് മുകളിൽ 600 കെൽവിൻ കുറവാണ്, അതായത് 1570 കെൽവിൻ. ഈ സോണിനെ, ഈ ടെമ്പറേച്ചർ സോണിനെ നമ്മൾ സോൺ ഓഫ് ഫ്യൂഷൻ എന്നാണ് പറയുക. അതായത് ഈ ഉണ്ടായ കാർബൺ ഡൈ ഓക്സൈഡ് മേലോട്ട് ഉയരുമ്പോൾ വീണ്ടും അത് കോക്കുമായിട്ട് ഉരുകുന്നു. അങ്ങനെ കോക്കുമായിട്ട് ഉരുകി കാർബൺ മോണോക്സൈഡായിട്ട് മാറുന്നു. അപ്പോൾ എന്താണ്? സോൺ ഓഫ് ഫ്യൂഷനിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും കോക്കുമായിട്ട് ചേർന്ന് എന്തായി മാറുന്നു? കാർബൺ മോണോക്സൈഡ് 2CO. ആൻഡ് ദിസ് ഈസ് ദ റെഡ്യൂസിങ് ഏജൻറ്റ് ഇൻ ദ ബ്ലാസ്റ്റ് ഫർണസ്. അപ്പോൾ ബ്ലാസ്റ്റ് ഫർണസിലെ റെഡ്യൂസിങ് ഏജൻറ്റ് ഏതാണ്? കാർബൺ മോണോക്സൈഡ്. സോ വാട്ട് ഈസ് ദ റെഡ്യൂസിങ് ഏജൻറ്റ് ഇൻ ബ്ലാസ്റ്റ് ഫർണസ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബ്ലാസ്റ്റ് ഫർണസ്? ബ്ലാസ്റ്റ് ഫർണസിലെ റെഡ്യൂസിങ് ഏജൻറ്റ് എന്താണ്? അത് ബ്ലാസ്റ്റ് ഫർണസിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആദ്യം ഏറ്റവും താഴത്തെ സോൺ അഥവാ സോൺ ഓഫ് കമ്പസ്റ്റൻ, ദാറ്റ് മീൻസ് ദ സോൺ വിത്ത് 2170 കെൽവിൻ, അവിടെ കോക്ക് ഓക്സിജൻ കത്തി കാർബൺ ഡൈ ഓക്സൈഡ് ആകും. അത് മേളിലേക്ക് ഉയരുന്നു. ആ കാർബൺ ഡൈ ഓക്സൈഡ് മുകളിലേക്ക് ഉയരുമ്പോൾ തൊട്ടു മേളിൽ, ദാറ്റ് ഈസ് സോൺ ഓഫ് ഫ്യൂഷൻ അറ്റ് 1570 കെൽവിൻ, ദ കാർബൺ ഡൈ ഓക്സൈഡ് ഫ്യൂസസ് വിത്ത് കാർബൺ ടു ഫോം കാർബൺ മോണോക്സൈഡ്. ആൻഡ് ദിസ് ഈസ് ദ റെഡ്യൂസിങ് ഏജൻറ്റ് ഇൻ ദ ബ്ലാസ്റ്റ് ഫർണസ്. അപ്പോൾ ബ്ലാസ്റ്റ് ഫർണസിലെ റെഡ്യൂസിങ് ഏജൻറ്റ് എന്താണ്? കാർബൺ മോണോക്സൈഡ്. ഇത് ഏത് ടെമ്പറേച്ചർ സോണിലാണ് ഉണ്ടാവുക? 1570 കെൽവിൻ. ഇനി തൊട്ടു മേളിൽ വീണ്ടും 300 കെൽവിൻ കുറയും. ആദ്യം 600 കുറഞ്ഞു, 2170 600 കുറഞ്ഞ് 1570 കെൽവിൻ. പിന്നെ എത്ര കുറയുക? 300 കുറയും. അപ്പോൾ എത്രയാണ്? 1270 കെൽവിൻ. ആ സോണിനെ നമ്മൾ വിളിക്കുന്നവരാണ് സോൺ ഓഫ് സ്ലാഗ് ഫോമേഷൻ. സോൺ ഓഫ് സ്ലാഗ് ഫോമേഷൻ, സ്ലാഗ് ഉണ്ടാകുന്ന സോൺ. എന്താ സ്ലാഗ് എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് നമുക്ക് അൺവാണ്ടഡ് ഇമ്പ്യൂരിറ്റീസ് വീണ്ടും ഈ ഓറിലുണ്ട്. പ്രത്യേകിച്ച് സിലിക്ക, SiO2, അതിനെ വിളിക്കുന്നവരാണ് ഇമ്പ്യൂരിറ്റി. ഇതിനെ ഉരുക്കി മാറ്റിക്കളയുന്നതാണ് ഈ സോണിൽ നടക്കുന്നത്. അങ്ങനെ ഉരുക്കി മാറ്റിക്കളയാൻ നമ്മൾ ഉപയോഗിക്കുന്ന അഡീഷണൽ വസ്തുവിനെ വിളിക്കുന്നവരാണ് ഫ്ലെക്സ്. എന്താ വിളിക്കുക? ഫ്ലെക്സ്. ഫ്ലെക്സായിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്കുള്ള ഇമ്പ്യൂരിറ്റി അസിഡിക് ഇമ്പ്യൂരിറ്റി അല്ലേ, നോൺ മെറ്റാലിക് ഓക്സൈഡ് അല്ലേ. അപ്പോൾ അസിഡിക് ഇമ്പ്യൂരിറ്റി ആണെങ്കിൽ ബേസിക് ഫ്ലെക്സ് വേണം ഉപയോഗിക്കാൻ. അതുപോലെ നേരെ തിരിച്ചു. അപ്പോൾ ബേസിക് ഫ്ലെക്സായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ്
ആദ്യമേ നമ്മൾ എന്ത് ചേർത്തത്? ലൈം സ്റ്റോൺ ചേർത്തത്. അപ്പോൾ ഈ സോണിൽ ലൈം സ്റ്റോൺ എന്ന് പറയുന്നത് ഡീകമ്പോസ് ചെയ്ത് CaO ക്വിക്ക് ലൈമും കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറും. ഈ CaO ആണ് ഫ്ലെക്സായിട്ട് ആക്ട് ചെയ്യുക. കാൽസ്യം ഓക്സൈഡ് ആക്ട് ആസ് ദി ഫ്ലെക്സ്. അപ്പോൾ ഈ CaO ആണ് ഫ്ലെക്സായിട്ട് ആക്ട് ചെയ്യുക. അപ്പം ഇത് രണ്ടും കൂടെ ഉരുകി ഒരു ഫ്യൂസിബിൾ മാസ്സായിട്ട് മാറും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് കാൽസ്യം സിലിക്കേറ്റ്, CaSiO3. ആ കാൽസ്യം സിലിക്കേറ്റ് ഉരുകി മാറും. അത് അവസാനം ഉണ്ടാകുന്ന മോൾട്ടൺ അയണിൻ്റെ മേളിലായിരിക്കും ഫ്ലോട്ട് ചെയ്യുക. കാരണം ഡെൻസിറ്റി കുറവായതുകൊണ്ട് അവിടെ നമുക്ക് ഈ സ്ലാഗിനെ മാറ്റാൻ സാധിക്കും. ഇതിന് മേളിൽ ആദ്യം 600 കുറഞ്ഞു, പിന്നെ 300 കുറഞ്ഞു, പിന്നെ 200 കുറയും. 200 കുറഞ്ഞാൽ 1070 കെൽവിൻ. ദാറ്റ് ഈസ് ദ സോൺ ഓഫ് റിഡക്ഷൻ. ഈ സോണിനെ വിളിക്കുന്നവരാണ് സോൺ ഓഫ് റിഡക്ഷൻ. എന്താ വിളിക്കുക? സോൺ ഓഫ് റിഡക്ഷൻ. ഇവിടെയാണ് സിലിക്ക ഫ്രീ അയൺ ഓക്സൈഡ് നമ്മുടെ റെഡ്യൂസിംഗ് എൻഡായ കാർബൺ മോണോക്സൈഡിൻ്റെ സാന്നിധ്യത്തിൽ റെഡ്യൂസ് ചെയ്യുന്നു. അത് പ്രധാനമായും 3 സ്റ്റെപ്പിലാണ് റെഡ്യൂസ് ചെയ്യപ്പെടുക. ആദ്യം Fe2O3 റെഡ്യൂസിംഗ് എൻഡായ കാർബൺ മോണോക്സൈഡുമായിട്ട് ചേർന്ന് ഒരു മിക്സഡ് ഓക്സൈഡായിട്ട് മാറും, Fe3O4. ദെൻ കാർബൺ മോണോക്സൈഡ് ഓക്സിഡൈസ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറും. ഇപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ അയൺ 3 അല്ലേ, ഇവിടെ അയൺ 2 അല്ലേ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ മതി. ഇവിടെ 3 കൊടുക്കുന്നു, ഇവിടെ 2 കൊടുക്കുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന Fe3O4 വീണ്ടും കാർബൺ മോണോക്സൈഡുമായിട്ട് ചേർന്ന് FeO ആയിട്ട് റെഡ്യൂസ് ചെയ്യും, പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ എത്ര അയൺ ഓക്സൈഡ് ഉണ്ടാവും? 3 അയൺ. അപ്പോൾ 3 FeO. ബാലൻസ് ആയല്ലോ. ഇങ്ങനെ കിട്ടുന്ന FeO വീണ്ടും കാർബൺ മോണോക്സൈഡോട് ചേരുന്നു. അപ്പോൾ എന്ത് പറ്റും? FeO Fe ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നു, CO വീണ്ടും ഓക്സിഡൈസ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ്. ഇങ്ങനെ 3 സ്റ്റെപ്പിൽ സിലിക്ക ഫ്രീ അയൺ ഓക്സൈഡ് ഈസ് റെഡ്യൂസ് ടു അയൺ ബൈ കാർബൺ മോണോക്സൈഡ്. അപ്പോൾ നെറ്റ് റിയാക്ഷൻ Fe2O3 പ്ലസ് CO ഗിവിങ് Fe പ്ലസ് CO2. ഇങ്ങനെ കിട്ടുന്ന അയൺ മോൾട്ടൺ സ്റ്റേറ്റിലാണ്. ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് ഏറ്റവും അടിയിൽ കളക്ട് ചെയ്യപ്പെടും. അപ്പോൾ ആ അടിഭാഗത്ത് നിന്ന് നമുക്ക് മോൾട്ടൺ അയണെ സെപ്പറേറ്റ് ചെയ്യാം. നേരത്തെ നമ്മൾ സ്ലാഗ് ഉണ്ടായല്ലോ, ആ സ്ലാഗ് കാൽസ്യം സിലിക്കേറ്റ് അല്ലേ, അതിൽ കുറേ കൂടെ ലൈറ്ററാണ്. അത് അയൺ ഓക്സിജനേക്കാളും ഡെൻസിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് അതിൻ്റെ മേളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അപ്പോൾ ഈ മോൾട്ടൺ അയൺ ഈ താഴെ നിന്ന് പോകുന്ന എയറുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഇല്ലാതാകുകയും ചെയ്യും. സ്ലാഗ് അതിനെ ഒരു കവറിങ് ആയിട്ട് തന്നെ മേളിൽ നിൽക്കുകയും ചെയ്യും. അപ്പം സ്ലാഗിൻ്റെ എമൗണ്ട് കൂടുന്നതനുസരിച്ച് ഈ ടാപ്പ് വഴി സ്ലാഗിനെ നമുക്ക് മാറ്റാം. അയണെ ഗ്രാജുവലായിട്ട് ഏറ്റവും അടിയിലത്തെ ഓപ്പണിംഗ് വഴി അയണെ നമുക്ക് കളക്ട് ചെയ്യാം. ഇങ്ങനെ കിട്ടുന്ന അയണിൽ കാർബണിൻ്റെ സാന്നിധ്യം താരതമ്യേന കൂടുതലാണ്. കാരണം ഇവിടെ നമ്മൾ കോക്ക് ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ട് തന്നെ കിട്ടിയ അയണെ നമ്മൾ പിഗ് അയൺ എന്നാണ് വിളിക്കുക. അപ്പോൾ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്ന അയണെ എന്താ വിളിക്കുക? പിഗ് അയൺ. അതായത് ദ അയൺ ഒബ്റ്റെയിൻഡ് ഇൻ ദ ബ്ലാസ്റ്റ് ഫർണസ് കണ്ടെയ്ൻ 4% കാർബൺ ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ദ പിഗ് അയൺ. ഈ പിഗ് അയൺ കളക്റ്റിന് ശേഷം സ്ക്രാപ്പ് ഓഫ് അയൺ അതുപോലെ കോക്കിൻ്റെ സാന്നിധ്യത്തിൽ എയർ കടത്തിവിട്ട് വീണ്ടും ഹീറ്റ് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിഡൈസ് ചെയ്ത് പോവും. അപ്പോൾ കാർബൺ കണ്ടൻറ്റ് വീണ്ടും കുറഞ്ഞ് ഒരു 3% മുതൽ ഒരു 2.1% കാർബൺ ആയിട്ട് മാറും. അതിനെ വിളിക്കുന്നവരാണ് കാസ്റ്റ് അയൺ. ആ കാസ്റ്റ് അയണെ വീണ്ടും അയൺ ഓക്സൈഡിൻ്റെ പ്രസൻസിൽ ഒരു റിവർബറേറ്ററി ഫർണസിൽ നമ്മൾ വീണ്ടും എയറിൻ്റെ സാന്നിധ്യത്തിൽ ചൂടാക്കിയാൽ കാർബണിൻ്റെ കണ്ടൻറ്റ് വീണ്ടും കുറയും. കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറി കാർബണിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞ് 0.08% കാർബൺ ആയിട്ട് മാറും അയണിൽ. അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് റോട്ട് അയൺ. സോ ദാറ്റ് ഈസ് ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ. അപ്പോൾ പിഗ് അയണും റോട്ട് അയണും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അയൺ ഒബ്റ്റെയിൻ ഫ്രം ബ്ലാസ്റ്റ് ഫർണസ് വിത്ത് 4% കാർബൺ ഇസ് കോൾഡ് പിഗ് അയൺ, whereas the purest form of iron containing 0.08% carbon is called wrought iron. ഇനി പിഗ് അയണിൻ്റെ പ്രത്യേകത കാർബൺ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോവും, ദാറ്റ് ഈസ് ബ്രിട്ടിൽ. എന്നാൽ റോട്ട് അയൺ ആണ് നമ്മൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്, ദാറ്റ് ഈസ് മാലിബിൾ ആൻഡ് ഡക്റ്റൈൽ. ഇനി പിഗ് അയൺ കനോട്ട് ബി യൂസ് ഫോർ കൊമേഴ്സ്യൽ പർപ്പസ്, കാരണം അത് ബ്രിട്ടിലാണ്. എന്നാൽ റോട്ട് അയൺ ക്യാൻ ബി യൂസ് ഫോർ കൊമേഴ്സ്യൽ പർപ്പസ്. അപ്പോൾ ബ്ലാസ്റ്റ് ഫർണസിലെ റിയാക്ഷൻ
ഏറ്റവും താഴെ ദാറ്റ് മീൻസ് സോൺ ഓഫ് കമ്പസ്റ്റൻ ദാറ്റ് ഈസ് 2170 കെൽവിൻ കോക്ക് ബേൺ ഇൻ ഓക്സിജൻ ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ്. തൊട്ട് മേളിൽ 1570 കെൽവിൻ കാർബൺ ഡൈ ഓക്സൈഡ് കാർബണുമായിട്ട് ഫ്യൂസ് ചെയ്ത് കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറും. ദിസ് കാർബൺ മോണോക്സൈഡ് ആക്ട് ആസ് ദ റെഡ്യൂസിങ് ഏജൻറ്റ് ഇൻ ബ്ലാസ്റ്റ് ഫർണസ്. അതിന് മുകളിൽ 1270 കെൽവിൻ കോൾഡ് സോൺ ഓഫ് സ്ലാഗ് ഫോർമേഷൻ. അപ്പോൾ നമ്മൾ ലൈം സ്റ്റോൺ ആഡ് ചെയ്ത് ഫ്ലക്സിന് വേണ്ടിയാണ്. ആ ലൈം സ്റ്റോൺ ഡീകമ്പോസ് ചെയ്ത് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും മാറും. ഈ കാൽസ്യം ഓക്സൈഡ് ആക്ട് ആസ് ദി ബേസിക് ഫ്ലക്സ് ടു റിമൂവ് ദ അസിഡിക് ഇമ്പ്യൂരിറ്റി ദാറ്റ് ഈസ് സിലിക്കൺ ഡയോക്സൈഡ് ആസ് എ ഫ്യൂസിബിൾ സ്ലാഗ് കോൾഡ് കാൽസ്യം സിലിക്കേറ്റ്. ഇനി അതിന് തൊട്ട് മേളിൽ 1070 കെൽവിൻ ദാറ്റ് ഈസ് കോൾഡ് ദ സോൺ ഓഫ് റിഡക്ഷൻ. ദ സിലിക്ക ഫ്രീ അയൺ ഓക്സൈഡ് ഈസ് റെഡ്യൂസ്ഡ് ബൈ കാർബൺ മോണോക്സൈഡ്. ഫസ്റ്റ് ഇറ്റ് ബിക്കം Fe3O4. അത് വീണ്ടും റെഡ്യൂസ് ചെയ്ത് FeOവും ആ FeO വീണ്ടും കാർബൺ മോണോക്സൈഡുമായിട്ട് ചേർന്ന് റെഡ്യൂസ് ചെയ്ത് അയണായിട്ട് മാറും. ഇനി നമ്മുടെ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു വളരെയധികം റിയാക്ടിവിറ്റി കൂടിയ മെറ്റലിൻ്റെ ഓക്സൈഡ് ആണെന്നിരിക്കട്ടെ. ദാറ്റ് മീൻസ് ഓക്സൈഡ്സ് ഓഫ് ഹൈലി റിയാക്റ്റീവ് മെറ്റൽ. അപ്പോൾ അനുയോജ്യമായ റെഡ്യൂസിങ് നമുക്ക് കിട്ടത്തില്ല. അല്ലെങ്കിൽ ഈ മെറ്റലിൻ്റെ ഓക്സൈഡ് ഫോർമേഷൻ്റെ ΔG0 വാല്യൂവിനേക്കാളും കൂടുതൽ നെഗറ്റീവായിട്ടുള്ളൊരു റെഡ്യൂസിങ് ഏജൻറ്റ് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കൂടുതൽ നെഗറ്റീവായിട്ട് കിട്ടുമെങ്കിൽ പോലും വളരെയധികം ഹീറ്റിംഗ് വേണ്ടി വരും അത്തരത്തിലുള്ള റിഡക്ഷൻ നമുക്ക് ചെയ്യുവാൻ. അപ്പോൾ അത് എക്സ്പെൻസീവായിട്ട് മാറും ആ മെറ്റൽ. അതുകൊണ്ട് ഇത്തരത്തിൽ റിയാക്ടിവിറ്റി വളരെ കൂടിയ മെറ്റലിൻ്റെ ഓക്സൈഡിനെ നമുക്ക് വളരെ പെട്ടെന്ന് മെറ്റലായിട്ട് റെഡ്യൂസ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ മാർഗം എന്ന് പറയുന്നത് ഇലക്ട്രോളിസ് നടത്തി അതിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോളിറ്റിക് റിഡക്ഷൻ. എന്താണ് ഇലക്ട്രോളിറ്റിക് റിഡക്ഷൻ? ആൻഡ് ദാറ്റ് ഈസ് for oxides of highly reactive metal. For example, reduction of alumina or Al2O3 to aluminium. That is, it is done by electrolytic reduction and that is called a Hall-Heroult process. It is carried out in a specially designed electrolytic cell. ഒരു പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്ത ഒരു ഇലക്ട്രോലൈറ്റ് സെല്ലാണ് ഇത്തരം ഇലക്ട്രോളിറ്റിക് റിഡക്ഷൻ നടത്തുന്നത്. ഇവിടെ ഇപ്പോൾ അലുമിനിയം ഓക്സൈഡ് അഥവാ പ്യുവർ അലുമിനയെ അലുമിനിയമായിട്ട് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഹാൾ ആൻഡ് ഹെറോൾട്ടിൻ്റെ പ്രോസസ്സ് ഉപയോഗിക്കാം. ദാറ്റ് മീൻസ് ഹാൾ-ഹെറോൾട്ട് പ്രോസസ്സ്. ഇവിടുത്തെ ഈ ഇലക്ട്രോളിക് സെല്ലിൽ ഒരു ഇന്നർ കാർബൺ ലൈനിങ് ഉണ്ട്, അകത്തൂടെ ഒരു കാർബണിൻ്റെ കോട്ടിംഗ് ഉണ്ട്. ഈ ഇന്നർ കാർബൺ ലൈനിങ് ആക്ട് ആസ് ദി കാത്തോഡ്. ദാറ്റ് മീൻസ് ദി നെഗറ്റീവ് ഇലക്ട്രോൺ. കാത്തോഡ്. സീരീസ് ഓഫ് ഗ്രഫൈറ്റ് റോഡ് ഓർ കാർബൺ റോഡ് ഇവിടെ താഴ്ത്തി വെച്ചിരിക്കുന്നുണ്ടോ? അതാണ് പോസിറ്റീവ് ഇലക്ട്രോഡ് അഥവാ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നു. എന്നിട്ട് സെല്ലിനകത്ത് നമ്മൾ ഒരു ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് എ മിക്സർ ഓഫ് പ്യൂരിഫൈഡ് അലുമിന ദാറ്റ് ഈസ് Al2O3. അതോടൊപ്പം തന്നെ ക്രയോലൈറ്റ് Na3Al(F6). ഈ ക്രയോലൈറ്റ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലുമിനിയം ഓക്സൈഡിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് താരതമ്യേന വളരെ കൂടുതലാണ്. ആ മെൽറ്റിംഗ് പോയിൻറ്റിനെ കുറയ്ക്കുക എന്നുള്ളത്. അപ്പം മിക്സറിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് മൊത്തത്തിൽ ക്രയോലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ കുറയും. അതുപോലെ ക്രയോലൈറ്റിൽ 3 സോഡിയം അയോൺ, ഒരു Al3+, 3 ഈക്വലൻ്റ് ആയിട്ടുള്ള അലുമിനിയം, 6 ഫ്ലൂറൈഡ് അയോൺ. അപ്പോൾ അയോണുകളുടെ എണ്ണവും കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ഇറ്റ് ബ്രിങ്സ് കണ്ടക്ടിവിറ്റി. അയോണുകളുടെ എണ്ണം കൂട്ടുന്നു, അപ്പോൾ കണ്ടക്ടിവിറ്റിയും കൂടും. അപ്പോൾ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ക്രയോലൈറ്റ് ഇൻ ദ ഇലക്ട്രോമെറ്റലർജി ഓഫ് അലുമിനിയം? അലുമിനിയത്തിൻ്റെ ഇലക്ട്രോമെറ്റലർജിയിൽ ക്രയോലൈറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഒന്ന്, ലോവേഴ്സ് ദ മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് ദ മിക്സർ. ഈ മിക്സറിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റിനെ കുറയ്ക്കുന്നു. നമ്പർ 2, ബ്രിങ്സ് കണ്ടക്ടിവിറ്റി. ദാറ്റ് മീൻസ് ഇൻക്രീസസ് ദ കണ്ടക്ടിവിറ്റി. The fused matrix. ഏതാണ് ഇവിടുത്തെ മാട്രിക്സ്? മോൾട്ടൺ മിക്സർ ഓഫ് Al2O3 ആൻഡ് ക്രയോലൈറ്റ്. ഓൺ ഇലക്ട്രോളിസിസ് എന്ത് പറ്റും? അലുമിനിയം ഓക്സൈഡ് ഇലക്ട്രോളിസിസ് ഇടുമ്പോൾ അതിലെ കാറ്റിയോൺ Al3+ ആയിട്ട് മാറും, ആനയോൺ O2- ആയിട്ട് മാറും അല്ലേ? അപ്പോൾ കാഥോഡിലേക്ക് ആര് പോവും? അലുമിനിയം ഓക്സൈഡിലെ കാറ്റിയോൺ അഥവാ Al3+. ഏതവസ്ഥയിൽ? മെൽറ്റ് ഫോമിൽ ഇരിക്കുന്ന Al3+ കാഥോഡിൽ ചെന്നാൽ, കാഥോഡ് നെഗറ്റീവ് ഇലക്ട്രോഡ് അല്ലേ? അപ്പോൾ ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് റിഡക്ഷൻ. അപ്പോൾ എന്തായിട്ട് റെഡ്യൂസ് ചെയ്യും? അലുമിനിയം. അപ്പോൾ ആ ഇലക്ട്രോളിക് സെല്ലിൻ്റെ അകഭാഗം കാർബൺ ലൈനിങ് അല്ലേ? ഈ കാർബണിൽ അല്ലെങ്കിൽ ഈ കാഥോഡിൽ ആര് ഡെപ്പോസിറ്റ് ചെയ്യും? അലുമിനിയം ഡെപ്പോസിറ്റ് ചെയ്യും. ഇനി അലുമിനിയം ഓക്സൈഡിലെ ആനയോൺ ആരാണ്? ഓക്സൈഡ് അയോൺ O2-. ആ O2- ആനോഡിൽ ചെല്ലും. ആനോഡ് പോസിറ്റീവ് ഇലക്ട്രോഡ് അല്ലേ? അവിടെ ചെന്ന് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്നു. O2- മെൽറ്റ് ഫോമിലാണ് അത് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്നു. എത്ര ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺ. ആ ഓക്സിജൻ
അറ്റോമിക് ഓക്സിജൻ ഹൈലി റിയാക്റ്റീവാണ്. അത് നമ്മൾ എടുത്തിരിക്കുന്ന ആനോഡ് റിയാക്റ്റീവാണ്. ദാറ്റ് മീൻസ് ഗ്രഫൈറ്റ് റോഡാണ്. ആ ഗ്രഫൈറ്റ് റോഡുമായിട്ട് എന്ത് ചെയ്യും? കെമിക്കലി റിയാക്ട് ചെയ്ത് കാർബൺ മോണോക്സൈഡായിട്ട് കത്തി മാറും. അല്ലെങ്കിൽ 2 ഓക്സിഡയൺ ആണെങ്കിൽ അത് 2 4 ഇലക്ട്രോണെ ലൂസ് ചെയ്യുന്നു ബൈ ഓക്സിഡേഷൻ. എന്നിട്ട് 2 അറ്റോമിക് ഓക്സിജൻ കാർബണുമായിട്ട് ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡായിട്ടും കത്തിപ്പോകും. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്? അലുമിനിയം ഈസ് ഡെപ്പോസിറ്റഡ് അറ്റ് കാത്തോഡ് and graphite anode is burned away as carbon monoxide and carbon dioxide. So this is the reaction at a anode and at a cathode. നമുക്ക് മെറ്റൽ കിട്ടി, റിഡക്ഷൻ വഴി മെറ്റൽ കിട്ടി. പക്ഷേ അങ്ങനെ കിട്ടുന്ന മെറ്റൽ 100% ശുദ്ധമല്ല. അപ്പോൾ അതിനെ ശുദ്ധീകരിക്കണ്ടേ? അതാണ് മെറ്റലർജിയുടെ അവസാനത്തെ സ്റ്റെപ്പ്. ദാറ്റ് മീൻസ് സ്റ്റെപ്പ് നമ്പർ 4 റിഫൈനിങ് ഓർ പ്യൂരിഫിക്കേഷൻ ഓഫ് ദ മെറ്റൽ. ഇങ്ങനെ കിട്ടിയ മെറ്റലിനെ റിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യുക. അപ്പോൾ അതിന് നമ്മൾ പല മാർഗ്ഗങ്ങൾ ഉപയോഗിക്കും. കിട്ടിയ മെറ്റലിൻ്റെ സ്വഭാവം, അതിനോടൊപ്പം ഇപ്പോഴും ഉള്ള ഇമ്പ്യൂരിറ്റിയുടെ സ്വഭാവം. ദാറ്റ് മീൻസ് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ മെറ്റൽ ആൻഡ് ദ ഇമ്പ്യൂരിറ്റി പ്രസൻറ്റ് ഇൻ ഇറ്റ്, വി ഹാവ് ഡിഫറെൻറ്റ് മെത്തേഡ് ഫോർ ദ റിഫൈനിങ് ഓഫ് മെറ്റൽ ഓർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽ. അതിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡിസ്റ്റിലേഷൻ. എന്താണ് ഡിസ്റ്റിലേഷൻ? That is used for refining of volatile metals like zinc, mercury, etc. അപ്പോൾ സിങ്ക്, മെർക്കുറി മുതലായ മെറ്റൽസ് വോളറ്റൈലാണ്. ചൂടാക്കുമ്പോൾ നേരെ വേപ്പറായി മാറും. എന്നാൽ ഇമ്പ്യൂരിറ്റി പെട്ടെന്ന് വേപ്പറാകില്ല. അപ്പോൾ ഈ മെത്തേഡിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ ദ ബോയിലിംഗ് പോയിൻ്റ് ഓഫ് ദ മെറ്റൽ ആൻഡ് ഇമ്പ്യൂരിറ്റി. മെറ്റലിൻ്റെയും ഇമ്പ്യൂരിറ്റിയുടെയും ബോയിലിംഗ് പോയിൻ്റുള്ള വ്യത്യാസം. അങ്ങനെ നമ്മൾ ചൂടാക്കുമ്പോൾ മെറ്റൽ പെട്ടെന്ന് വേപ്പറൈസ് ചെയ്യുന്നു. സിൻസ് ഇറ്റ് ഈസ് വോളറ്റൈൽ, ആ വേപ്പേഴ്സിനെ നമ്മൾ കണ്ടൻസ് ചെയ്ത് ശുദ്ധമായ മെറ്റലാക്കി മാറ്റുന്നു. എന്നാൽ അതിനോടൊപ്പമുള്ള ഇമ്പ്യൂരിറ്റി എന്ത് ചെയ്യും? ആ കണ്ടെയ്നറിൽ അവശേഷിക്കും. ആൻഡ് ദിസ് ഈസ് കോൾഡ് ഡിസ്റ്റിലേഷൻ. ഇനി രണ്ടാമത്തെ മെത്തേഡ് ലിക്വേഷൻ. അതായത് വളരെ പെട്ടെന്ന് ഉരുകുന്ന മെറ്റൽ, ഉദാഹരണത്തിന് ടിന്ന്, ലെഡ്, ഇവയെ ശുദ്ധീകരിക്കാനുള്ള മെത്തേഡാണ് ലിക്വേഷൻ. ദാറ്റ് മീൻസ് ദ പ്രോസസ് ഈസ് യൂസ്ഡ് ഫോർ റിഫൈനിങ് ഈസിലി ഫ്യൂസിബിൾ മെറ്റൽസ് ലൈക്ക് ടിൻ ആൻഡ് ലെഡ്. അപ്പോൾ അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്തായിരിക്കും? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ ദ ബോയിലിംഗ് പോയിൻ്റ് ഓഫ് ദ മെറ്റൽ ആൻഡ് ഇമ്പ്യൂരിറ്റി. മെറ്റലിൻ്റെയും ഇമ്പ്യൂരിറ്റിയുടെയും ബോയിലിംഗ് പോയിൻ്റുള്ള വ്യത്യാസം. അപ്പോൾ ഒരു സ്ലോപ്പിംഗ് സർഫസിൽ നമ്മൾ ചൂടാക്കുന്നു. അപ്പോൾ ചൂടാക്കി കഴിയുമ്പോൾ മെറ്റൽ പെട്ടെന്ന് ഉരുകുന്നതായത് ഉരുകി ലിക്വിഡ് ഫോമായി താഴേക്ക് ഒലിച്ചിറങ്ങുന്നു. അവിടെ നിന്ന് നമുക്ക് ശുദ്ധമായ മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്യാം. എന്നാൽ ഹയർ മെൽറ്റിംഗ് ഇമ്പ്യൂരിറ്റി ഇവിടെ തന്നെ അവശേഷിക്കുകയും ചെയ്യും. ഇതാണ് ലിക്വേഷൻ. ലിക്വേഷൻ വഴി ശുദ്ധീകരിക്കുന്ന 2 മെറ്റലിൻ്റെ പേര് എഴുതാൻ ചോദിച്ചാൽ നമുക്ക് എന്തെഴുതാം? ടിൻ ആൻഡ് ലെഡ്. ഇനി അടുത്തത് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ ആൻഡ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡ് ഫോർ റിഫൈനിങ് മെറ്റൽ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ചെറിയ ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട് റിഫൈനിങ് ഓഫ് മെറ്റൽസ് ലൈക്ക് കോപ്പർ. ഈ മെത്തേഡിൽ ഇംപ്യൂർ മെറ്റൽ ഈസ് മെയ്ഡ് ആനോഡ് and a thin strip of pure metal is made the cathode in an electrolytic cell. ഇനി ഇതിനകത്ത് ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് സോളുബിൾ സോൾട്ട് ഓഫ് ദ മെറ്റൽ. മെറ്റലിൻ്റെ ഒരു സോളുബിൾ സോൾട്ട് ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കും. ഉദാഹരണത്തിന് കോപ്പറിനെ ശുദ്ധീകരിക്കാൻ ഏത് കോപ്പറിനെയാണോ ശുദ്ധീകരിക്കേണ്ടത് ആ ഇംപ്യൂർ കോപ്പറിനെ നമ്മൾ ആനോഡായിട്ട് കണക്ട് ചെയ്യും. ദാറ്റ് മീൻസ് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യും. ആ മെറ്റലിൻ്റെ ഒരു ശുദ്ധമായ തകിട് നമ്മൾ കാഥോഡായിട്ടും കണക്ട് ചെയ്യും. എന്നിട്ട് ആ മെറ്റലിൻ്റെ ഒരു സോളുബിൾ സാൾട്ട്, ഉദാഹരണത്തിന് കോപ്പർ ആണെങ്കിൽ കോപ്പർ സൾഫേറ്റിൻ്റെ അക്വസ് സൊല്യൂഷൻ ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കും. ഇത് പ്യുവർ കോപ്പർ, ഇത് ഇംപ്യുവർ കോപ്പർ. അപ്പോൾ എന്താ സംഭവിക്കുക? വെൻ ഇലക്ട്രിക് കറണ്ട് ഈസ് പാസ്ഡ്, ഇലക്ട്രിക് കറണ്ട് കടന്നു പോകുമ്പോൾ ശുദ്ധമായ മെറ്റൽ ആനോഡിൽ നിന്ന് ഓക്സിഡൈസ് ചെയ്ത് സൊല്യൂഷനിലേക്ക് ഇറങ്ങുന്നു. ദാറ്റ് മീൻസ് ദ മെറ്റൽ ഫ്രം ആനോഡ് go into the solution as metal ion by losing electron called oxidation, and from the solution the pure metal ion get deposited at the cathode. So cathode will give the pure metal. ഇതാണ് electrolytic refining. In this method impure metal is taken as anode, pure metal as cathode. Soluble salt of the same metal is used as electrolyte. When electric current is passed, the metal from anode go into the solution. എങ്ങനെയാ? By oxidation.
ആൻഡ് ഫ്രം ദ സൊല്യൂഷൻ ദ പ്യുവർ മെറ്റൽ അയോൺ ഗെറ്റ് റെഡ്യൂസ്ഡ് അറ്റ് കാഥോഡ്. ഉദാഹരണത്തിന് കോപ്പറാണ് നമ്മൾ ശുദ്ധീകരിക്കാൻ എടുക്കുന്നതെങ്കിൽ ആ ഇംപ്യൂർ കോപ്പറിനെ ആനോഡായിട്ട് എടുത്തു, ശുദ്ധമായ ഒരു കോപ്പറിനെ കാഥോഡായിട്ട് കൊടുത്തു. എന്നിട്ട് കോപ്പറിൻ്റെ ഒരു വാട്ടർ സോളുബിൾ സോൾട്ട്, ഉദാഹരണത്തിന് കോപ്പർ സൾഫേറ്റ്, കണ്ടക്ടിവിറ്റി കൂട്ടാൻ അല്പം ആസിഡൂടെ ആഡ് ചെയ്യുക, അസിഡിഫൈഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇലക്ട്രോലൈറ്റായിട്ട് കൊടുത്തു. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രോളിസ് നടത്തുമ്പോൾ ശുദ്ധമായ കോപ്പർ ഈ ആനോഡിൽ നിന്ന് സൊല്യൂഷനിലേക്ക് ഇലക്ട്രോണെ ലൂസ് ചെയ്ത് ഇറങ്ങി വരികയും ആ സൊല്യൂഷനിൽ നിന്ന് Cu2+ കാഥോഡിൽ ചെന്ന് ഇലക്ട്രോണെ ഗെയിൻ ചെയ്തു കോപ്പറായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും. അവസാനം കാഥോഡ് വിൽ ഗീവ് ദ പ്യുവർ മെറ്റൽ. ഇമ്പ്യൂരിറ്റി എല്ലാം ഈ ഇംപ്യൂർ ആനോഡിലുള്ള ഇമ്പ്യൂരിറ്റി എല്ലാം താഴെ അടിയും ആസ് ആനോഡ് മഡ്. അപ്പം ആനോഡ് റിയാക്ഷൻ പറയും. കോപ്പർ ഗോ ഇൻ ടു ദ സൊല്യൂഷൻ ഫ്രം ദ ആനോഡ് ആസ് Cu2+ ബൈ ലൂസിങ് ഇലക്ട്രോൺ, ദാറ്റ് ഇസ് കോൾഡ് ഓക്സിഡേഷൻ. കാഥോഡിൽ നിന്ന് സംഭവിക്കും, സൊല്യൂഷനുള്ള ശുദ്ധമായ കോപ്പർ 2+ അയോൺ കാഥോഡിൽ വന്ന് ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുന്നു, ദാറ്റ് ഈസ് റിഡക്ഷന് വിധേയമായി കോപ്പറായിട്ട് കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അവസാനം കാഥോഡ് നമുക്ക് ശുദ്ധമായ മെറ്റലായിട്ട് കിട്ടും. ഇനി അടുത്ത മെത്തേഡ് സോൺ റിഫൈനിങ്. അപ്പോൾ സോൺ റിഫൈനിങ് എന്ന് കേൾക്കുമ്പോൾ അതെന്തിനെ ശുദ്ധീകരിക്കാനുള്ള മെത്തേഡാണെന്ന് ഓർമ്മ വരണം. ഇറ്റ് ഈസ് ദ റിഫൈനിങ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ലൈക്ക് ജെർമേനിയം, സിലിക്കൺ, ഗാലിയം എക്സെട്ര. അപ്പോൾ ഈ മെത്തേഡിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പ്യൂരിറ്റീസ് ആർ മോർ സോളബിൾ ഇൻ ദ മെൽറ്റ് ദാൻ ഇൻ ദ സോളിഡ് സ്റ്റേറ്റ് ഓഫ് ദ മെറ്റൽ. ഖരാവസ്ഥയിലെ അപേക്ഷിച്ച് ഉരുകിയ അവസ്ഥയിൽ ഇമ്പ്യൂരിറ്റി കൂടുതൽ അലിയുന്നു എന്നുള്ളതാണ് ഈ മെത്തേഡിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ നമ്മൾ ഇമ്പ്യൂർ മെറ്റൽ പിന്നെ ഒരു റോഡായിട്ട് ഒരു ഇനേർട്ട് ഗ്യാസ് ചേമ്പറിൽ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇനേർട്ട് ഗ്യാസ് അറ്റ്മോസ്ഫിയറിൽ എടുക്കുന്നു. എന്നൊരു ഹീറ്റ് സോഴ്സ് ഉപയോഗിച്ച് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ ആ ഹീറ്റ് ചെയ്യുന്ന ഭാഗത്ത് മെറ്റൽ എന്ത് ചെയ്യും, ഉരുകും. അപ്പോൾ ഇമ്പ്യൂരിറ്റി ആ ഉരുകിയതിൻ്റെ കൂടെ നിൽക്കും. എന്നിട്ട് ഹീറ്റ് സോഴ്സിനെ നമ്മൾ റൈറ്റിലോട്ട് മൂവ് ചെയ്യിക്കുന്നു. എന്നതിനനുസരിച്ച് ഇമ്പ്യൂരിറ്റി അതിൻ്റെ കൂടെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇമ്പ്യൂരിറ്റി എല്ലാം ഈ എൻഡിൽ നിന്ന് റൈറ്റ് എൻഡിലേക്ക് നീങ്ങുന്നു. ആരോടൊപ്പം? ഹീറ്റ് സോഴ്സിൻ്റെ കൂടെ. അങ്ങനെ ഇമ്പ്യൂരിറ്റിയെ ഈ വശത്ത് നിന്ന് പതുക്കെ പതുക്കെ നമുക്ക് എങ്ങോട്ട് മാറ്റാം? മറു സൈഡിലേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കാം. നമുക്ക് എത്രമാത്രം പരിശുദ്ധി വേണോ അല്ലെങ്കിൽ പ്യൂരിറ്റി വേണോ അതുവരെ നമ്മളിത് റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ ഇമ്പ്യൂരിറ്റി എല്ലാം സ്വീപ്പ് ചെയ്ത് തൂത്തുകൂട്ടി ഒരു സൈഡിലേക്ക് കൊണ്ടെത്തിക്കും. എന്നിട്ട് അവസാനം ആ സൈഡ് എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കളയുക. ഇമ്പ്യൂരിറ്റി സോൺ ഈസ് കട്ട് ഓഫ്. മറു സൈഡ് തണുക്കുന്നതിനനുസരിച്ച് ഈ സെമി കണ്ടക്ടേഴ്സ് എന്ത് ചെയ്യും, ക്രിസ്റ്റലൈസ് ചെയ്ത് മാറും. അപ്പോൾ നമുക്ക് 100% ശുദ്ധമായ സെമി കണ്ടക്ടേഴ്സ് കിട്ടും. ഇതാണ് സോൺ റിഫൈനിങ്. അഞ്ചാമത്തെ മെത്തേഡ് വേപ്പർ ഫേസ് റിഫൈനിങ്. ഈ വേപ്പർ ഫേസ് റിഫൈനിങ് 2 മെത്തേഡുകളാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുക. ഒന്ന് മോഡ്സ് പ്രോസസ്സ്, അത് വേപ്പർ ഫേസ് റിഫൈനിങ് ഓഫ് നിക്കലിനെ റിഫൈൻ ചെയ്യുന്ന മെത്തേഡാണ് മോഡ്സ് പ്രോസസ്സ് അണ്ടർ വേപ്പർ ഫേസ് റിഫൈനിങ്. അതുപോലെ സിർക്കോണിയം ടൈറ്റാനിയത്തെയും വാൻ ആർക്കിൾ മെത്തേഡ് ഉപയോഗിച്ച് ശുദ്ധീകരിക്കാം. അപ്പോൾ വേപ്പർ ഫേസ് റിഫൈനിങ്ങിന് 2 ടിപ്പിക്കൽ എക്സാമ്പിൾസ് ആണ് മോഡ്സ് പ്രോസസ്സ്, ദാറ്റ് ഈസ് റിഫൈനിങ് ഓഫ് മെറ്റൽസ് ലൈക്ക് നിക്കൽ. രണ്ടാമത് വാൻ ആർക്കിൾ മെത്തേഡ്, ദാറ്റ് ഈസ് ദ റിഫൈനിങ് ഓഫ് മെറ്റൽസ് ലൈക്ക് സിർക്കോണിയം ആൻഡ് ടൈറ്റാനിയം. ഇനി പ്രത്യേകിച്ച് ഓർക്കേണ്ടത് ദ റിക്വയർമെൻറ്റ് ഫോർ വേപ്പർ ഫേസ് റിഫൈനിങ്. വേപ്പർ ഫേസ് റിഫൈനിങ്ങിൻ്റെ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ദ മെറ്റൽ ഷുഡ് ഫോം ആൻ ഓളറ്റൈൽ കോമ്പൗണ്ട് ഓൺ ഹീറ്റിംഗ് വിത്ത് എ സൂട്ടബിൾ റിയേജൻറ്റ്. അനുയോജ്യമായൊരു റിയേജൻറ്റ് വെച്ച് ചൂടാക്കുമ്പോൾ മെറ്റൽ എന്തായി മാറണം? ഒരു ഓളറ്റൈൽ കോമ്പൗണ്ടായിട്ട് മാറണം. എങ്കിലേ ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റൂ. ഇതുകൂടാതെ ദ ഓളറ്റൈൽ കോമ്പൗണ്ട് സോ ഫോംഡ്, ഇങ്ങനെ ഉണ്ടാകുന്ന ഓളറ്റൈൽ കോമ്പൗണ്ട് ഷുഡ് ബി ഈസിലി അണ്ടർഗോ തെർമൽ ഡീകമ്പോസിഷൻ. പെട്ടെന്ന് ചൂടടിക്കുമ്പോൾ ഡീകമ്പോസ് ആവണം. അങ്ങനെ ശുദ്ധമായ മെറ്റലിനെ കിട്ടുകയും വേണം. ഇതാണ് 2 റിക്വയർമെൻറ്റ്. അപ്പോൾ നമുക്ക് മോഡ്സ് പ്രോസസ്സ് നോക്കാം. റിഫൈനിങ് ഓഫ് നിക്കൽ. ഇവിടെ അനുയോജ്യമായ വസ്തു എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡാണ്. അപ്പോൾ നിക്കലിനെ കാർബൺ മോണോക്സൈഡ് വെച്ച് ചൂടാക്കുന്നു അറ്റ് 330-350 കെൽവിൻ ടെമ്പറേച്ചർ റേഞ്ചിൽ ചൂടാക്കുമ്പോൾ ഈ ഇമ്പ്യൂർ നിക്കലിൽ നിന്ന് ശുദ്ധമായ നിക്കൽ രാസപരമായി CO ആയിട്ട് കമ്പൈൻ ചെയ്ത് നിക്കൽ ടെട്രാ കാർബണൈൽ എന്ന് പറയുന്നൊരു കോംപ്ലക്സ് കോമ്പൗണ്ട് ഉണ്ടാകും. ഈ കോമ്പൗണ്ടിൻ്റെ പ്രത്യേകത എന്താണ്? വോളറ്റൈൽ കോമ്പൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ചൂടാക്കുമ്പോൾ ഇവിടെ 450 മുതൽ 470 കെൽവിൻ റേഞ്ചിൽ ചൂടാക്കുമ്പോൾ ഇത് പെട്ടെന്ന് എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്ത് കാർബൺ മോണോക്സൈഡും നിക്കലും കിട്ടും.
അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന നിക്കൽ 100% ശുദ്ധമായിരിക്കാം. എന്താ കാര്യം? ഈ ഇംപ്യൂർ നിക്കലിൽ നിന്ന് ശുദ്ധമായ നിക്കലാണ് രാസപരമായി CO സംയോജിച്ച് നിക്കൽ ടെട്രാ കാർബണൈലായത്. ആ നിക്കൽ ടെട്രാ കാർബണൈലിന് ഡീകമ്പോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന നിക്കൽ ഓൾമോസ്റ്റ് 100% പ്യൂർ ആവാം. ഇനി രണ്ടാമത്തത് വാൻ ആർക്കൽ മെത്തേഡ്, ദാറ്റ് ഈസ് ദ റിഫൈനിങ് ഓഫ് സിർക്കോണിയം ആൻഡ് ടൈറ്റാനിയം. സിർക്കോണിയത്തെയും ടൈറ്റാനിയത്തെയും ശുദ്ധീകരിക്കുന്ന മെത്തേഡാണ് വാൻ ആർക്കൽ മെത്തേഡ്. അവിടെ സിർക്കോണിയത്തെ അനുയോജ്യമായ ഒരു വസ്തു ഏതാണ്? അയഡിൻ വെച്ച് ചൂടാക്കുന്നു. അപ്പോൾ എന്തായിട്ട് മാറുന്നു? സിർക്കോണിയം ടെട്രാ അയഡൈഡ് എന്ന് പറയുന്ന ഒരു വോളറ്റൈൽ കോമ്പൗണ്ടായി മാറുന്നു. അങ്ങനെ ഉണ്ടാകുന്ന മെറ്റൽ അയോഡൈഡ് പ്രത്യേകം എന്താണ്? ഈസിലി അണ്ടർഗോ തെർമൽ ഡീകമ്പോസിഷൻ. അപ്പോൾ ഒരു ടങ്സ്റ്റൺ ഫിലമെൻറ്റിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ചൂടാക്കുമ്പോൾ ഇത് ഡീകമ്പോസ് ചെയ്ത് മെറ്റലായിട്ട് മാറുന്നു, അയഡിൻ തിരിച്ചു കിട്ടുകയും ചെയ്യും. ഈ മെറ്റൽ ടങ്സ്റ്റൺ ഫിലമെൻറ്റിൽ വന്ന് പറ്റിപ്പിടിച്ചിരിക്കും. അവിടെ നമുക്ക് ശുദ്ധമായ മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്യാം. ഇതേ മാർഗ്ഗമാണ് ടൈറ്റാനിയത്തിന് നമ്മൾ ഉപയോഗിക്കുക. ഇപ്പോൾ ടൈറ്റാനിയത്തെ നമ്മൾ അയഡിൻ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധമായ ടൈറ്റാനിയം ആ ഇംപ്യൂർ സാമ്പിളിൽ നിന്ന് അയഡിനുമായി സംയോജിച്ച് ടൈറ്റാനിയം ടെട്രായിഡ് എന്ന് പറയുന്നൊരു വോളറ്റൈൽ കോമ്പൗണ്ടായി മാറുന്നു. ആ വോളറ്റൈൽ കോമ്പൗണ്ടിനെ തെർമൽ ഡീകമ്പോസിഷൻ നടത്തുമ്പോൾ അത് വിഘടിച്ച് ശുദ്ധമായ ടൈറ്റാനിയവും അയഡിനുമായി മാറുന്നു. ഇനി ദ ലാസ്റ്റ് മെത്തേഡ്, ദാറ്റ് ഈസ് കോൾഡ് ക്രൊമാറ്റോഗ്രാഫിക് മെത്തേഡ്. ഈ ക്രൊമാറ്റോഗ്രാഫിക് മെത്തേഡ് എന്ന് പറയുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദാറ്റ് മീൻസ് അണ്ടർ വാട്ട് കണ്ടീഷൻസ് ദ chromatographic method can be used. That means purification of element which are available in minute quantities. ഏതെങ്കിലും ഒരു മിക്സറിൽ നമുക്ക് അല്ലെങ്കിൽ ശുദ്ധീകരിക്കേണ്ട വസ്തു വളരെ ചെറിയ അളവിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് സാധാരണയുള്ള ഫിസിക്കൽ മെത്തേഡോ കെമിക്കൽ മെത്തേഡോ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം വളരെ വളരെ ചെറിയ അളവിലെ ആ എലമെൻറ്റ് ആ സാമ്പിളിലുള്ളൂ. കൂടാതെ the impurities are not very different in chemical properties from the element to be purified. ഏത് എലമെൻറ്റിനെയാണോ പ്യൂരിഫൈ ചെയ്യുന്നത് ആ എലമെൻറ്റുമായിട്ട് ചേർന്നിരിക്കുന്ന ഇമ്പ്യൂരിറ്റിയുടെ പ്രോപ്പർട്ടി, പ്രത്യേകിച്ച് കെമിക്കൽ പ്രോപ്പർട്ടി തമ്മിൽ വലിയ വ്യത്യാസമില്ല. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരേ കെമിക്കൽ പ്രോപ്പർട്ടി തന്നെ. അപ്പോൾ ഏത് കെമിക്കൽ മെത്തേഡ് നമ്മൾ ഉപയോഗിച്ചാലും രണ്ടും ഒരേപോലെ റിയാക്ട് ചെയ്യും. അതുകൊണ്ട് നമുക്ക് കെമിക്കൽ മെത്തേഡിൽ ഉപയോഗിക്കാനും പറ്റില്ല. അപ്പോൾ ഈ രണ്ട് ലിമിറ്റേഷൻ ഉള്ളപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല മെത്തേഡാണ് ക്രൊമാറ്റോഗ്രാഫിക് മെത്തേഡ്. ഇനി നമ്മൾ ഈ പറഞ്ഞ റിഫൈനിങ് മെത്തേഡുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന മെറ്റൽസ് നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. സിങ്ക് നമുക്കറിയാം ഒരു വോളറ്റൈൽ മെറ്റലാണ്. അതുകൊണ്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഡിസ്റ്റിലേഷൻ. ടിന്ന് മെൽറ്റിംഗ് പോയിൻറ്റ് വളരെ കുറഞ്ഞാണ്, ഈസിലി ഫ്യൂസിബിൾ മെറ്റൽ. അപ്പോൾ ടിന്നിനെ നമുക്ക് ലിക്വേഷൻ വഴി റിഫൈൻ ചെയ്യാം. കോപ്പർ പോലുള്ള ഏത് മെറ്റലിനെയും നമുക്ക് റിഫൈൻ ചെയ്യാവുന്ന ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്. ജർമേനിയം അതൊരു സെമി കണ്ടക്ടറാണ്. സെമി കണ്ടക്ടറെ നമുക്ക് പ്യൂരിഫൈ ചെയ്യാൻ ഉപയോഗിക്കാം ഏത്? സോൺ റിഫൈനിങ്. ഇനി ഈ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുമല്ലോ. ഒരു വർക്ക്ഷീറ്റായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. 2 മാർക്ക് ഒരു 5 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. 4 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ യൂണിറ്റ് പഠിച്ച ശേഷം അസൈൻമെൻറ്റായി ചെയ്യുക. ഓക്കെ.